ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു 10-12 ചുവന്നുള്ളി അരിഞ്ഞത്, 1/4 ഭാഗം സവാള അരിഞ്ഞത്, ഒരു 12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ചതച്ച കുരുമുളക് കുറച്ച് വേണം കേട്ടോ. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങയുടെ 1/4 പാൽ. അപ്പോൾ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്തിട്ട് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ഭാഗം സവാള അരിഞ്ഞതാണ് കേട്ടോ. സവാള അരിഞ്ഞ് ചേർത്തൊന്ന് എണ്ണയുമായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച ചുവ ഒക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലകളും തക്കാളിയും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടപ്പ് കൊണ്ട് മൂടി ഒരു 3 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് കുത്തി കുത്തി ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ശരിക്കും തക്കാളി അതിൻ്റെ അകത്തേക്ക് അലിഞ്ഞ് ചേരും. ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും മസാലകളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം
നമ്മുടെ മസാലകളും ചെമ്മീനും ഒക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ചെമ്മീനിൽ ആ മസാലകളൊക്കെ പുരണ്ടിരിക്കുന്ന രീതിയിൽ നമ്മളതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കി. ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവി പോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് പതുക്കൊന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊന്നുമല്ല കേട്ടോ, അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ സവാള വഴറ്റുന്ന നേരത്തെ മാത്രം നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് തുറന്ന് വെച്ചൊരു 3 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്താണ് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ സിമ്മിൽ കിടന്നൊന്ന് ചെറുതായിട്ട് വറ്റി വരണം കേട്ടോ. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. തേങ്ങാപ്പാലിങ്ങനെ സിമ്മിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം. നോക്ക്, തേങ്ങാപ്പാൽ നമ്മൾ സിമ്മിലിട്ട് ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മതി. ഇനി കുറേ ഇരുന്ന് കഴിയുമ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് അതൊന്നുകൂടെ ഒന്ന് വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റിൽ ഫൈനലി നമ്മൾ ചേർക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ് കേട്ടോ. ഈ ഈ കുരുമുളക് ഇങ്ങനെ ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഈ കുരുമുളക് ഇങ്ങനെ ചതച്ച് തന്നെ ചേർക്കണം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ, ഇതൊരു റോസ്റ്റിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നേരം ഇരിക്കുമ്പോൾ ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ചെടുത്ത ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില മതിയാവും. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താ സ്മെല്ല് വരണേന്നറിയോ? വേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു കൊതിപ്പിക്കുന്ന മണമെന്ന് പറയില്ലേ, അത് വരണുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പേരിന് 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ പുളിപ്പ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ കറി കേടാവാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.